ഹായ് ഓൾ. ഞാൻ ഇന്ന് കുറച്ച് കാസ്റ്റ് അയണിൻ്റെ പാത്രങ്ങൾക്ക് പരിചയപ്പെടുത്താന്ന് പറഞ്ഞാണെങ്കിൽ നിങ്ങൾ ലൈഫിൽ ഒരു പ്രാവശ്യം നിങ്ങളുടെ വീട്ടിലേക്ക് ഈ ഒരു പാത്രം വാങ്ങിയാൽ മതിയാവും. കാരണം നമ്മൾ കുറേ നോൺ സ്റ്റിക്കിൻ്റെ പയ്യാലെ പോവാതെ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ എൻ്റെ ഈ പാത്രം ഉണ്ടല്ലോ, ഇത് ഏകദേശം എൻ്റെ അടുത്ത് 17-18 വർഷമായി. എൻ്റെ ഒരു ഫ്രണ്ട് അശ്വതി എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് നാട്ടിൽ പോകുമ്പോൾ നാട്ടിൽ സെറ്റിലാകാൻ പോകുമ്പോൾ അവരെനിക്ക് തന്നതാണ്. അവർക്ക് ആരോ കൊടുത്തതാണ്. അപ്പോൾ ഇത്രയും വർഷമായി. ഇപ്പം ഞാൻ എന്നിട്ട് ഇപ്പോഴും എൻ്റെ മോളോട് ഇത്ര ക്ലീൻ ആയിരിക്കുന്നത് കണ്ടില്ല, അതിനൊരു ഐഡിയാസ് ഒക്കെ ഉണ്ട്, ഞാൻ പറയാം. പിന്നെ അപ്പം ഞാൻ എൻ്റെ മോളോട് പറയുന്നത് നീ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പാത്രം നാട്ടിലെല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഈ ദോശക്കല്ല്, ഇരുമ്പിൻ്റെ ദോശക്കല്ല്. ഇത് ഏകദേശം എൻ്റെ അടുത്ത് ഒരു 10 വർഷത്തിലധികമായി എൻ്റെ അടുത്ത്. ഞാൻ നമ്മുടെ നീർദോശ ചുടാനും നമ്മളെ കോഴിക്കോടുകാരുടെ അരി അരിച്ച പത്തിരി ചുടാനും ചിലപ്പോൾ ഈ കല്ലാണ് പുറത്തുള്ളതെങ്കിൽ ഞാൻ ഫിഷും ഇതിൽ ഫ്രൈ ചെയ്യാറുണ്ട്. അത്രയും യൂസ്ഫുൾ ആണ് ഈ പാത്രം. ഇപ്പോൾ ദോശ ചുടാനൊക്കെ നമ്മൾ നീർദോശയില്ലേ, നമ്മൾ എപ്പോഴും അരി അരിച്ച് നമ്മളെ കോഴിക്കോടൊക്കെ അങ്ങനെയാണ് പറയുക, അരി അരിച്ച ദോശയാണ്, അതൊക്കെ ചുടാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു പാത്രം ഇത് ഞാൻ ഇവിടെ ഡേയ്സോന്ന് വാങ്ങിച്ചാണ്. ഇത് നമ്മളെ കടുക് പൊട്ടിക്കാൻ നല്ല രസമില്ലേ കാണാൻ. അപ്പോൾ ഇങ്ങനെ തന്നെ ഒന്നും വാങ്ങുന്നില്ല, പക്ഷേ ഇതൊരു പാത്രം നമ്മൾ ലൈഫിൽ നമുക്ക് ഒരു പ്രാവശ്യം വാങ്ങിയാൽ മതി, പിന്നെ ലൈഫ് ടൈം നമുക്ക് ആ പാത്രം ഉപയോഗിക്കാൻ പറ്റും. പിന്നെ എല്ലാവരും വെള്ളപ്പം ചുടാൻ വേണ്ടി നോൺ സ്റ്റിക്കിൻ്റെ പാത്രം തിരഞ്ഞെടുക്കുന്നു. എൻ്റെ വെള്ളപ്പം ചുടുന്ന പാത്രമാണിത്. ഇത് ഞാൻ ഇവിടെ ലുലുന്ന് വാങ്ങിയതാണ്. ഇത് വാങ്ങിയിട്ട് 4-5 വർഷമായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ നോൺ സ്റ്റിക്കിൽ ചുടുന്ന വെള്ളപ്പത്തിനെക്കാട്ടി ഇത് കണ്ടില്ലേ, ഷെഫ് ലൈൻ്റെ അത് പാത്രമാണിത്. മെയ്ഡ് ഇൻ ചൈന. ചീനച്ചട്ടി എന്ന് പറഞ്ഞാൽ ചൈനയാണല്ലോ. അപ്പോൾ വാങ്ങിയതാണ്. പക്ഷേ ഞാനിത് വെള്ളപ്പം ചൂടാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. വെള്ളപ്പം ചുട്ട് കഴിഞ്ഞാൽ എണ്ണ തടവിയിട്ട് ഞാൻ എടുത്ത് വെക്കും. പിന്നെ ഇതുപോലെ ഇവിടുന്ന് ഒരു വാങ്ങിയതാണിത്. ഇത് ഞാൻ ഫിഷ് ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കും. പിന്നെ നമുക്ക് എന്തെങ്കിലും വറുക്കാനൊക്കെ ഉണ്ടെങ്കിലും അരി വറുക്കാനോ അല്ലെങ്കിൽ ആൽമണ്ട് വറുക്കാനോ അങ്ങനത്തെ സാധനം റോസ്റ്റ് ചെയ്യാനൊക്കെ ഞാനിത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയത്, ഇവിടെ ഹോം സർവീസിൽ ഒരു ഓഫർ വന്നിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി പോയിട്ട് കണ്ടപ്പോൾ വാങ്ങിയതാണ്. നല്ല ഓഫറിൽ കിട്ടിയതാണ് കേട്ടോ ഇത്. അപ്പോൾ നല്ല രസമില്ലേ. ഞാനിതിൽ കൂന്തൽ ഫ്രൈയും ചെമ്മീൻ ഫ്രൈയും ഒക്കെ ഉണ്ടാക്കും ഇതിനകത്ത്. പിന്നെ ദോശക്കല്ലാണ്. അപ്പോൾ ഈ ദോശക്കല്ല് ഞാൻ നമ്മുടെ ഉഴുന്നരച്ച ദോശ ഇത്ര വലിയ ഇത് ചുടാൻ എൻ്റെ ഇതിൻ്റെ വലിയൊരു കല്ലുണ്ട് നോൺ സ്റ്റിക്കിൻ്റെ. പക്ഷെ ഞാൻ ആദ്യം വാങ്ങിയത് ഇതായിരുന്നു. അന്ന് ലുലു മാൾ ഇവിടെ വന്ന് തുടങ്ങിയ സമയത്ത് പണ്ടതൊന്നും നമുക്ക് ഇവിടെ കിട്ടൂലായിരുന്നു. ഈ അടുത്ത കാലത്താണ് അത് കിട്ടാൻ തുടങ്ങി. 10 വർഷമൊക്കെ ആയിട്ടുള്ളൂ. അങ്ങനെ ഇത് ദോശക്കല്ലാണ്. പക്ഷെ ഇതൊരിക്കലും ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്യൂല, അങ്ങനെയൊന്നും സംഭവിക്കില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇത് നമ്മൾ